അയ്യപ്പന്റെ സ്വർണത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ വീണ എസ് നായർക്ക് അയ്യപ്പൻ കൊടുത്ത എട്ടിന്റെ പണി നോക്കണേ. ഈ ഒരു അടുത്ത ദിവസം അയ്യപ്പന്റെ സ്വർണത്തിന്റെ പേരിൽ വലിയ ഡയലോഗുകൾ വച്ചങ്ങ് കീറിയിരുന്നു. നിങ്ങളത് കേൾക്കണം, ഒന്ന് ആലോചിക്കുക. സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അയ്യപ്പനെ കൂട്ടുപിടിച്ച വ്യക്തിക്ക് കിട്ടിയ എട്ടിന്റെ പണി എന്താണെന്ന് ആ പ്രസംഗത്തിന് ശേഷം നിങ്ങൾ അറിയണം. ശബരിമലയിലെ അയ്യപ്പന്റെ വിഗ്രഹം തൽക്കാലം അവിടെ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ഇനി അത് പരിശോധിച്ചാലേ അറിയാം. ഇതെല്ലാം കൊണ്ടുപോയ കാട്ടുകള്ളന്മാരും അയ്യപ്പന്റെ സ്വർണം കട്ട് നടത്തി. അപ്പൊ അയ്യപ്പൻ കരുതി എന്നെ ആദ്യം ആചാര ലംഘനം നടത്തി, അത് കഴിഞ്ഞ് ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി നാട്ടുകാരെ പറ്റിച്ച് എന്നെ വീണ്ടും കച്ചവട ചരക്കാക്കി വീണ്ടും ഒരു അധികാരം കൂടി പിടിച്ചെടുക്കാൻ നീ ശ്രമിച്ചാൽ കള്ള പിണറായി എന്ന്. കണ്ടില്ലേ, അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ട് പോയതിന് അപ്പൊ തന്നെ പണി കൊടുത്തു എന്ന രീതിയിലൊക്കെ തട്ടിവിടുമ്പോ കള്ള എന്നൊക്കെ പിണറായിയെ വിളിച്ച് കഴിഞ്ഞ് ആ നാവെടുത്ത് വായിക്കാത്തിടുന്നതിന് മുന്നോടിയായിട്ടാണ് സ്വന്തം സ്വർണം കോൺഗ്രസുകാർ അടിച്ചോണ്ട് പോയേ എന്ന നിലവിളിയുമായിട്ടും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടേണ്ട ഗതികേട് വന്നിരിക്കുന്നത്. നോക്കണേ, അയ്യപ്പനെ വെച്ച് രാഷ്ട്രീയ കച്ചവടം, അതും അയ്യപ്പന്റെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയുടെ താലി ഉൾപ്പെടുന്ന സ്വർണം, താലി, കൊലുസ്, അരഞ്ഞാണം ഉൾപ്പെടുന്ന സ്വർണമെല്ലാം കോൺഗ്രസുകാർ തന്നെ അടിച്ചുകൊണ്ട് പോയതോടുകൂടി എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സ്വർണം കളവ് പോയതുമായി ബന്ധപ്പെട്ട്, അതും അയ്യപ്പന്റെ സ്വർണം, അത് വെച്ചിട്ട് പച്ച കള്ളം പറയാൻ പരിശ്രമിച്ച വ്യക്തിക്ക് ഇന്നിപ്പോ സ്വന്തം സ്വർണം അന്വേഷിച്ച് നടക്കേണ്ട ഗതികേടിലേക്ക് വന്നിരിക്കുകയാണ്. 26-ാം തീയതി രാത്രി 10:30-ക്ക് ശേഷമാണ് എന്റെ മാലയും താലിയും കാണാതായത്. ഇത് കണ്ടെത്തുന്നവർ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. വിൽപ്പനയ്ക്കോ പണയത്തിനോ എത്തിയതായി ശ്രദ്ധയിൽപ്പെടുന്നെങ്കിൽ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പോസ്റ്റ്. എങ്ങനെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണം അടിച്ചുകൊണ്ട് പോയത്, അതുപോലെ തന്നെയാണ് ഇരു ചെവി അറിയാതെ അയ്യപ്പന്റെ സ്വർണത്തിന് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരുന്ന വീണ എസ് നായരുടെ സ്വർണം കോൺഗ്രസുകാർ അടിച്ചുകൊണ്ട് പോയത്. താലിയും മാലയും കൊലുസും അരഞ്ഞാണം വരെ അടിച്ചുകൊണ്ട് പോയ കോൺഗ്രസുകാരുടെ വൈദഗ്ധ്യം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് അയ്യപ്പൻ വീണ നായർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്വർണം കോൺഗ്രസുകാരും സംഘികളും ഉൾപ്പെടുന്നവർ ചേർന്ന് അടിച്ചുകൊണ്ട് പോയത്? അതിന്റെ ഒരു ഉദാഹരണമാണ്. എന്തേ വീണ നായർ ഇത് അറിഞ്ഞില്ല എന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. സ്വന്തം സ്വർണം നോക്കാൻ ശേഷിയില്ലാത്തവരാണ് നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ജനപ്രതിനിധി ആകുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവുകയാണ്. അയ്യപ്പന്റെ സ്വർണം കാക്കാൻ പിണറായിക്ക് ശേഷിയില്ല എന്ന് അധിക്ഷേപിക്കുന്നതിനിടയിലാണ് സ്വന്തം സ്വർണം പോലും നോക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണല്ലോ ഇതെന്ന് അയ്യപ്പൻ ഈ നാടിന്റെ മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലില്ലാത്തൊരു നാവും കൊണ്ട് അയ്യപ്പന്റെ പേരിലൊക്കെ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങുന്ന കോൺഗ്രസുകാരൊക്കെ ഇതൊരു ഉദാഹരണമായി കണ്ടോളണം. ഇപ്പൊ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നവർക്കെല്ലാം പടപട ഇതുപോലുള്ള റിസൾട്ടുകൾ ഉടനടി വരും, കാത്തിരുന്നോളൂ. അതിന് ആദ്യത്തെ ഉദാഹരണമാണ് കോൺഗ്രസുകാർക്ക് മുന്നിൽ കത്തി ജ്വലിച്ച വീണ എസ് നായരെ വെറും ആക്രി പരുവത്തിലാക്കി അയ്യപ്പനെന്ന് പറയേണ്ടി വരികയാണ്.